ഹലോ വെൽക്കം ടു നുമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സെറ്റല്ലേ? ഉഷാറല്ലേ? നിങ്ങളിപ്പോൾ 2 SSLC എക്സാം ഒക്കെ എഴുതി അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങളുടെ ലാംഗ്വേജ് അതുപോലെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം എന്ന് നിർബന്ധമായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. റെഡിയാണല്ലോ? നമ്മൾ ഇന്ന് നമ്മുടെ 16-ാം തീയതി നടക്കാൻ പോകുന്ന SSLC മാത്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, നമ്മുടെ SSLC റിവിഷൻ സീരീസിലെ 33-ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ മൊത്തം 50-ലധികം വീഡിയോസ് കംപ്ലീറ്റ് SSLC മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. നിർബന്ധമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത 50-ലധികം വീഡിയോ മൊത്തം കണ്ട് അതിലുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ A+ ഗ്യാരണ്ടി ആണ്. A+ ഗ്യാരണ്ടി. അതിലൊരു കോംപ്രമൈസും ഇല്ല, അതിലൊരു ചർച്ചയില്ല, അതിലൊരു തർക്കമില്ല. റെഡിയാണല്ലോ? നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോസ് നിങ്ങൾ കണ്ട് അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. സെറ്റാണല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്സ് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ സീരീസിലെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഫൈനൽ പാർട്ട്. ഏതാണ്? ഫൈനൽ പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെറ്റാണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എന്താണ്? From the top of an electric post, 2 wires are stretched to either side and attached to the ground, making angles 50° and 45° with the ground. The distance between the feet of the wires is 30 meters. Then draw a rough figure based on the given details. Then what is the height of the post? സെറ്റ് ആണല്ലോ? മലയാളം ഒന്ന് നോക്കാം. എന്താ മലയാളം? ഒരു വൈദ്യുതി തൂണിന്റെ മുകളറ്റത്ത് നിന്ന് 2 കമ്പികൾ ഇരുവശത്തേക്കും വലിച്ച് തറയിൽ ഉറപ്പിച്ചിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോൺ 50° and 45° ആണ്. കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 30 മീറ്റർ ആണ്. സെറ്റാണല്ലോ? തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഏകദേശ ചിത്രം വരയ്ക്കുക. തൂണിന്റെ ഉയരം കണ്ടെത്തുക. എടാ, ഇതുപോലൊരു ചോദ്യം എവിടെയുണ്ട്? ഇതുപോലൊരു ചോദ്യം എവിടെയുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മളോട് ഒരു സാങ്കല്പിക ചിത്രം വരയ്ക്കാനാ പറഞ്ഞത്. വരക്കാലോ? സാങ്കല്പിക ചിത്രം എത്ര വേണമെങ്കിലും വരക്കാലോ. നന്നായിട്ട് ശ്രദ്ധിച്ചോ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു തൂണുണ്ട്. ഈ കാണുന്നതാണ് തൂൺ എന്ന് വിചാരിച്ചോ. ഈ കാണുന്നതാണ് തൂൺ. ഈ തൂൺ എവിടെയാണ്? തറയിലാണ് കിടക്കുന്നത്. തറയിൽ, നിലത്ത് തറയിലാണ് ഈ തൂണുള്ളത്. ഇനി ഈ തൂണിന്റെ ഇരുവശങ്ങളിലേക്കും ഓരോ കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു കമ്പി വലിച്ചു കെട്ടി, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും എന്ത് വലിച്ചു കെട്ടി? കമ്പി വലിച്ചു കെട്ടി. സെറ്റാണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? തൂണിന്റെ ഉയരത്തിന് ഞാൻ H എന്ന് കൊടുക്കുക. തൂണിന്റെ ഉയരത്തിന് എന്ത് കൊടുക്കാണ്? H എന്ന് കൊടുക്കുക. ഇനി ഒരു ഭാഗത്ത് 50° തറയും തൂണും തമ്മിലുണ്ടാക്കുന്ന കോൺ, തറയും കമ്പിയും തമ്മിലുണ്ടാക്കുന്ന കോൺ 50° ആണ്. മറുഭാഗത്ത് 45° എന്നും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സെറ്റാണല്ലോ? ഇനി മക്കളെ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആകെ നീളം എത്രയെന്ന് തന്നിട്ടുണ്ട്? 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഭാഗത്തിന് ഞാൻ X എന്ന് കൊടുക്കുക. അപ്പൊ ഈ കാണുന്ന ഭാഗത്തിന് എന്ത് കൊടുത്തു? X കൊടുത്തു. അങ്ങനെയെങ്കിൽ മറ്റേ ഭാഗം എത്രയായിരിക്കും? 30 - X ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഈ കാണുന്നത് ടോട്ടൽ എത്രയാണ്? 30 മീറ്റർ ആണ്. ഈ കാണുന്നതിന് X കൊടുത്താൽ ബാക്കി എത്രയായിരിക്കും? 30-ൽ നിന്നും X കുറച്ചത്, അതായത് 30 - X. സെറ്റാണല്ലോ? ഇനി എന്തെങ്കിലും പേരെന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇനി ഒരു പേര് കൊടുക്കാനില്ല. ശ്രദ്ധിച്ചോ. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്, ഉയരമാണ് കാണേണ്ടത്. അപ്പൊ മക്കളെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവിടെ ഒന്നാമത്തെ ത്രികോണം, ഈ കാണുന്ന ഒന്നാമത്തെ ത്രികോണത്തിൽ 50°യുടെ എതിർവശം അറിയാം, സമീപവശം അറിയാം. അപ്പോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് നമ്മൾ tan 50 എടുക്കാൻ പോവാം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. tan 50 സമം tan 50 സമം ഓപ്പോസിറ്റ് സൈഡ് എതിർവശം ഏതാണ്? H ബൈ സമീപവശം ഏതാണ്? X. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. തൂണിന്റെ ഹൈറ്റ് H സമം X ഇൻറ്റു tan 50. X ഇൻറ്റു tan 50ന്റെ വാല്യൂ എത്രയാണ്? 1.19 ആണ്. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ H സമം 1.19 X എന്ന് കിട്ടി. 1.19 X എന്ന് കിട്ടി. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുക.
റെഡി. അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോക്സിലാക്കി ഇവിടെ വെച്ചു. ഇനി മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ, നമുക്ക് രണ്ടാമത് കിട്ടാനുള്ളത് രണ്ടാമത്തെ ത്രികോണം ഇതാ, ഈ കാണുന്ന രണ്ടാമത്തെ ത്രികോണം നമ്മൾ എടുത്തു. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് 45 ഡിഗ്രിയാണ്. അപ്പൊ ഈ കാണുന്നതും എത്ര ഡിഗ്രി ആയിരിക്കും? 45. അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിന്റെ കോണ് 45:90. എടാ 45:90ന്റെ അംശബന്ധം എന്താ? 1:1:√2. അതായത് 45, ഇത് 45 ആയിരിക്കും അല്ലെ? അത് നമ്മളിവിടെ എഴുതാണ്. ഈ കാണുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇനി ശ്രദ്ധിച്ചോ, ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 30 - x ആണെങ്കിൽ ഈ 45 ഡിഗ്രിക്കും എത്രയായിരിക്കും? 30 - x ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതി? h സമം എന്തെഴുതാം? 30 - x എന്ന് എഴുതാം. എന്തെഴുതാം? 30 - x. അത് നമ്മൾ എന്തിലാക്കാണ്? ഒരു ബോക്സിലാക്കാൻ പോവാം. സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് h സമം എന്ന് തുടങ്ങുന്ന രണ്ട് ഡാറ്റയാണ് കിട്ടിയത്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ആദ്യം h സമം 1.19x കിട്ടി. രണ്ടാമത് h സമം 30 - x കിട്ടി. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാ. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഏത് രണ്ടും? ഇത് രണ്ടും കമ്പയർ ചെയ്യാം. എന്താ? h സമം h. ആദ്യത്തെ h എത്ര കിട്ടി? 1.19x സമം രണ്ടാമത്തെ h 30 - x എന്ന് കിട്ടിയിട്ടുണ്ട്. സെറ്റ് ആണല്ലോ. അടുത്തത് 1.19x, അപ്പുറത്തുള്ള -x, ഇവിടെ കിടക്കുന്ന -x ഇപ്പുറത്തേക്ക് വന്നാൽ എന്തായി മാറി? +x സമം എത്ര കിട്ടി? 30 കിട്ടി. സെറ്റ് ആണല്ലോ. ഇനി 1.19x കൂടെ ഒരു x കൂട്ടിയാൽ എത്രയാണ്? 2.19x സമം എത്ര കിട്ടി? 30 കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ x സമം എത്രയാ? 30/2.19. x സമം 30/2.19. അതായത് x സമം, ഇത് ചെയ്താൽ x സമം നമുക്ക് എത്ര കിട്ടും? 13.6 എന്ന് കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? x സമം 13.6 എന്ന് കിട്ടും. മക്കളെ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ഇപ്പൊ നമുക്ക് കിട്ടിയത് x ആണ്. നമുക്ക് കാണേണ്ടത് x ആണോ? അല്ല, നമുക്ക് കാണേണ്ടത് എന്താ? ഹൈറ്റ് ആണ് അല്ലെ? തൂണിന്റെ ഉയരമാണ്. നമുക്ക് കാണേണ്ടത് എന്താ? തൂണിന്റെ ഉയരം. നന്നായിട്ട് ശ്രദ്ധിച്ചോ, നമുക്ക് കാണേണ്ടത് തൂണിന്റെ ഉയരം. എടാ തൂണിന്റെ ഉയരം നമ്മൾ എന്താ കൊടുത്തിരുന്നത്? h സമം എത്രയാണ്? 30 - x. ശ്രദ്ധിച്ചോ, h സമം നമുക്ക് എത്രയാണ്? 30 - x ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് h സമം 30 - x-ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 13.6 കിട്ടിയിട്ടുണ്ട്. അതായത് h സമം 30 - 13.6 എന്ന് പറയുന്നത് എത്രയാണ്? 16.4 മീറ്റർ ആണ്. അതായത് മക്കളെ തൂണിന്റെ ഉയരം നമുക്ക് എത്ര കിട്ടി? നന്നായിട്ട് ശ്രദ്ധിച്ച, തൂണിന്റെ ഉയരം നമുക്ക് എത്ര കിട്ടി? 16.4 മീറ്റർ. സെറ്റ് ആണല്ലോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ത്രികോണമിതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താ? ദി ലെങ്ത് ഓഫ് two sides of a rectangle are 6 centimeters and 10 centimeters. ഓക്കെ, ഒരു ത്രികോണം, അതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്ററും അടുത്ത സൈഡ് 6 സെന്റിമീറ്ററുമാണ്. Then angle between them is 35. അവക്കിടയിലെ കോൺ, അതിന്റെ ഇടയിലുള്ള കോൺ എത്രയാണ്? 35 ഡിഗ്രിയാണ്. Then what is the area of the triangle? ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? Then what is the area of the triangle of same sides? But the angle between them is 145. കറക്റ്റ് ആണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ ഇതിന്റെ മലയാളം ഒന്ന് നോക്കിക്കേ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 6 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ എത്രയാണ്? 6 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ഈ രണ്ട് വശങ്ങൾക്കിടയിലെ കോൺ എത്രയാണ്? 35 ഡിഗ്രിയാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. കാണാം. ഇതേ വശങ്ങളും ഇവയ്ക്കിടയിലെ കോൺ 145 ഡിഗ്രിയുമായ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഓക്കെ, സംഗതി കത്തി. അങ്ങനെയെങ്കിൽ നമുക്ക് ത്രികോണം വരയ്ക്കാം. ശ്രദ്ധിച്ചോ, ഒരു ത്രികോണം ഏറെക്കുറെ ഇങ്ങനെ വരുന്നൊരു ത്രികോണം. ശ്രദ്ധിച്ചോ, ഈ ത്രികോണത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ബേസ് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇതിന്റെ മറ്റൊരു വശം എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ആണല്ലോ. ഇവക്കിടയിലെ കോൺ 35 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവക്കിടയിലെ കോൺ എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 35. ഇനി ത്രികോണത്തിന്റെ പരപ്പളവ് ആണെങ്കിൽ ആദ്യം എന്താ അറിയണം? ഉയരം അറിയണം. അപ്പൊ ഈ കാണുന്ന സാധനത്തിന് നമ്മൾ എന്ത് പേര് കൊടുക്കുകയാണ്? ഈ കാണുന്ന സാധനത്തിന് നമ്മൾ എന്ത് പേര് കൊടുക്കുകയാണ്? എച്ച് കൊടുക്കുകയാണ്. ഉയരം. റെഡിയാണല്ലോ? റെഡിയാണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം കാണേണ്ടത് പരപ്പളവാണ്. പരപ്പളവ് ആണെങ്കിൽ ആദ്യം എന്ത് വേണം? ഉയരം വേണം, എച്ച് വേണം. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം ഉയരമാണ്, എച്ച്. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചു, നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള കോൺ 35 ഡിഗ്രിയാണ്. ഈ 35 ഡിഗ്രിയുടെ എതിർവശം നമുക്ക് കാണണം. കർണം നമുക്കറിയാം. ശ്രദ്ധിച്ചോ, 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണണം. നമുക്ക് എന്തറിയാം? ഹൈപ്പോടെന്യൂസ് അറിയാം. അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്, എതിർവശം ബൈ കർണം ഏതാ? സൈൻ ആണ്. അപ്പൊ നമ്മൾ കാണുന്നത് സൈൻ 35 ഡിഗ്രി സമം, സൈൻ 35 ഡിഗ്രി സമം എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഏതാ? എച്ച് ബൈ കർണം ഹൈപ്പോടെന്യൂസ് എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. സെറ്റാണല്ലോ. നമുക്ക് കാണേണ്ടത് ഉയരമാണ്. എച്ച് സമം 6 ഇൻറ്റു സൈൻ 35 ഡിഗ്രി. അതായത് എച്ച് സമം 6 ഇൻറ്റു സൈൻ 35 എത്രയാണ്? 0.57 ആണ്. സൈൻ 35 എത്രയാണ്? 0.57. അതായത് എച്ച് സമം 6 ഇൻറ്റു 0.57 ചെയ്താൽ മക്കളെ നമുക്ക് എത്ര കിട്ടും? 3.42 സെന്റിമീറ്റർ കിട്ടും. അതായത് ഉയരം നമുക്ക് കിട്ടി. ത്രികോണത്തിന്റെ ഉയരം നമുക്ക് കിട്ടി. എത്ര കിട്ടി? 3.42 സെന്റിമീറ്റർ. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് മക്കളെ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ബാക്കി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? ത്രികോണത്തിന്റെ പരപ്പളവ്. എടാ, ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോ. ത്രികോണത്തിന്റെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ, ത്രികോണത്തിന്റെ പരപ്പളവ്. ത്രികോണത്തിന്റെ പരപ്പളവ്. എടാ, ത്രികോണത്തിന്റെ പരപ്പളവ് അതായത് ഏരിയ. അതായത് കാണേണ്ടത് എന്താണ്? ഏരിയ. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച്. അതായത് അര ഇൻറ്റു ബേസ്, പാദം. ചോദ്യത്തിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. പാദം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 ഇൻറ്റു ഹൈറ്റ് നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 3.42. ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം 10 ഇൻറ്റു 3.42. എടാ, 10 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ പോയിന്റ് ഒന്ന് മാറ്റി കൊടുക്കുക. 10 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ പോയിന്റ് ഒന്ന് മാറ്റി കൊടുക്കുക. പോയിന്റ് ഒന്ന് മാറ്റി കൊടുത്തേ എങ്ങനെയാണ്? അപ്പൊ അര ഇൻറ്റു 10 ഇൻറ്റു 3.42 എന്ന് പറയുന്നത് 34.2 ആയിരിക്കും. എത്രയാണ്? 34.2. അതായത് 34.2ന്റെ പകുതി എത്ര? 34ന്റെ പകുതി 17, 2ന്റെ പകുതി 1. അതായത് 17.1 സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് ഇപ്പൊ കിട്ടിയത്? എന്താ? പരപ്പളവാണ്, ഏരിയ ആണ് കിട്ടിയത്. സെറ്റ് ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വൃത്തിക്ക് കിട്ടി. നമുക്ക് എന്തിന് കിട്ടി? അല്ല, വൃത്തിക്ക് കിട്ടി. മക്കളെ, ഇനി ഒന്ന് നോക്കിക്കേ. ഇതിലൊരു ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താ? ഇതേ വശങ്ങളും അവക്കിടയിലെ കോൺ. അപ്പോ ഇനി ഞാനിവിടെ ഒരു ക്ലൂ പറയാൻ പോവാം. വശങ്ങൾക്ക് മാറ്റമില്ല എന്ന് വിചാരിച്ചോ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാനിവിടെ ചിത്രം വരയ്ക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ചിത്രം എന്താ? ഇങ്ങനെയായിരുന്നു ചിത്രം. ഇതിന്റെ ഇടയിലുള്ള ഇവിടെ 6 സെന്റിമീറ്റർ, സോറി, ഇവിടെ 6 അല്ല, അവിടെ എത്ര സെന്റിമീറ്റർ? ഇവിടെ 10 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. ഇവിടുത്തെ കോൺ എത്രയാണ്? 35 ഡിഗ്രി. ഇനി നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്ത് മാറിയിട്ടില്ല? വശങ്ങള് മാറിയിട്ടില്ല, കോണാണ് മാറിയത്. വശങ്ങള് മാറിയിട്ടില്ല, എന്താ മാറിയത്? കോണാണ് മാറിയത്. ഇനി നോക്കിക്കേ, ഇത് 10 സെന്റിമീറ്റർ, അത് 6 സെന്റിമീറ്റർ. ഇത് എത്രയാണ്? 145 ഡിഗ്രിയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. കോണ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇത് 35 ഡിഗ്രി, ഇത് എത്രയാണ്? 145 ഡിഗ്രി. അപ്പോ വശങ്ങൾക്ക് മാറ്റമില്ല. നന്നായിട്ട് ശ്രദ്ധിച്ചോ. വശങ്ങൾക്ക് മാറ്റമില്ല, കോണുകൾ മാത്രമാണ് മാറിയിട്ടുള്ളതെങ്കിൽ ഈ കോണും കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ പരപ്പളവിന് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് അർത്ഥം. ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെയുള്ള 35 ഡിഗ്രിയും ഇവിടെയുള്ള 45 ഡിഗ്രി ഒന്ന് കൂട്ടിക്കേ. 35 ഡിഗ്രി പ്ലസ് 145 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെയുള്ള 35 ഡിഗ്രിയും ഇവിടെയുള്ള 145 ഡിഗ്രിയും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 180. ഇതിന്റെ വശങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ
പരപ്പളവ് എത്രയാണോ അത് തന്നെയായിരിക്കും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയ. അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഏരിയയും എത്ര തന്നെ ആയിരിക്കും? 17.1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി വെരി ഈസി ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്ന് പറഞ്ഞേ, എന്താ ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചു നോക്കിക്കേ. A square pyramid to be made with a triangle given as lateral face measures are in centimeters. അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ്. നമുക്കൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു ത്രികോണം, അതിന്റെ ലാറ്ററൽ ഫേസിൽ കിടക്കുന്ന ഒരു ത്രികോണത്തിന്റെ ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത്. Then what is the height? What is the slant height? Slant height എത്രയാണ്? Find the height of the pyramid. What would be its volume? അതാണ് മലയാളം. ഒന്ന് നോക്കിക്കേ. ചിത്രത്തിലെ ത്രികോണം പാർശ്വമുഖമാകത്തക്ക വിധം ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. എന്താ ഉണ്ടാക്കുന്നത്? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. അളവുകൾ സെന്റിമീറ്ററിലാണ്. ഓക്കെ, ഈ സ്തൂപികയുടെ ചെരിവ് ഉയരം എത്ര? സ്തൂപികയുടെ ഉയരം എത്ര? വ്യാപ്തം എത്ര? നന്നായിട്ട് ശ്രദ്ധിച്ചോ. എടാ, ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം തന്ന കാര്യങ്ങൾ എഴുതാം. ഒന്ന് നോക്കിക്കേ. ഇതിന് 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഇതിന് 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, പാദവക്ക്. എത്ര സെന്റിമീറ്റർ? 30 സെന്റിമീറ്റർ. സെറ്റ് ആണല്ലോ. ഇനി ത്രികോണത്തിന്റെ തുല്യമായ രണ്ട് വശങ്ങൾ, ദി ഈക്വൽ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഏതാണ്? ലാറ്ററൽ ഫേസ് ആണ്. ലാറ്ററൽ എഡ്ജ് ആണ്, പാർശ്വവക്കാണ്. അതിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും? ഇ. അപ്പൊ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടിയതാ? ചോദ്യത്തിൽ നിന്ന് കിട്ടിയതാ. ഇനി നമുക്ക് കാണുന്നത് സ്ലാന്റ് ഹൈറ്റ് ആണ്. എടാ, ഒരു രണ്ട് അളവുകൾ തന്നിട്ട് മൂന്നാമത്തെ ഒരു അളവ് കണ്ടെത്തണമെങ്കിൽ ഏത് ത്രികോണം വരയ്ക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ത്രികോണം, ഇതാ ഇവിടെ നമ്മൾ വരക്കണം. ഈ കാണുന്ന രണ്ട് ത്രികോണങ്ങൾ ചേർന്ന് വരുന്ന ചിത്രം വരക്കണം എന്ന് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെറ്റാണല്ലോ. രണ്ട് ത്രികോണം ചേർന്ന് വരക്കുന്ന ചിത്രം നമുക്ക് എന്ത് ചെയ്യണം? വേണം. സെറ്റല്ലേ? എന്നാ ഇതിന് പറ, ഇതിന് ഓരോന്നിനും പേര് പറ. ഇവിടെ ഏതാണ്? എച്ച് ആണ്. ഇവിടെ ഏതാ? a/2. ഇവിടെ ഏതാ? a/2. ഇവിടെ ഏതാ? ഇ. ഇവിടെ ഏതാണ്? എൽ. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് മട്ടത്രികോണമാണ്, ഇതും എന്ത് ത്രികോണമാണ്? മട്ടത്രികോണം. രണ്ട് റൈറ്റ് ട്രയാങ്കിളിൽ നിന്നും പൈതഗോറസ് തിയറം വെച്ചിട്ട് ആറ് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ പഠിച്ചതാണ് മക്കളെ. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് ഏതാണ്? സ്ലാന്റ് ഹൈറ്റ് ആണ്, ചെരി ഉയരമാണ്, അതായത് എൽ. ഒന്ന് നോക്കിക്കേ. എൽ സ്ക്വയർ സമം, ഒന്ന് നോക്കിക്കേ, എൽ സ്ക്വയർ സമം ഈ ത്രികോണമാണ് എടുക്കേണ്ടത്. അതിൽ എൽ കിട്ടണമെങ്കിൽ ഈ സ്ക്വയർ ഹൈപ്പോട്ടനീസ് ആണ്, a/2 ബേസ് ആണ്. അതായത് കർണത്തിൽ നിന്നും പാദം, കർണം സ്ക്വയറിൽ നിന്നും പാദം സ്ക്വയർ കുറക്കണം. ദാറ്റ് മീൻസ് ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അതായത് എൽ സ്ക്വയർ സമം 25 സ്ക്വയർ മൈനസ് a 30 ആണ്, a/2 എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ. അതായത് 625 മൈനസ് 225 എന്ന് പറയുന്നത് 400 ആണ്. എൽ സ്ക്വയർ ആണ് 400. എൽ സമം എന്താണ്? √400 ആണ്. അതായത് എൽ സമം എത്രയാണ്? 20 സെന്റിമീറ്റർ. മക്കളെ ശ്രദ്ധിച്ചോ. സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് ഉയരം, എൽ സമം എത്ര കിട്ടി? 20 സെന്റിമീറ്റർ കിട്ടി. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് എന്താ? വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? എച്ച് ആണ് കാണേണ്ടത്. ഒന്ന് നോക്കിക്കേ. എച്ച് ഈ കാണുന്ന എച്ച് ആണ് കാണേണ്ടത്. എല് നമുക്കറിയാം, a/2 അറിയാം. അപ്പൊ ഹൈപ്പോട്ടനീസ് അറിയാം, ബേസ് അറിയാം. നമുക്ക് എന്ത് കാണണം? ഹൈറ്റ് കാണണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എച്ച് സ്ക്വയർ സമം എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അതായത് എച്ച് സ്ക്വയർ സമം എൽ സ്ക്വയർ എത്രയാ? 20 സ്ക്വയർ മൈനസ് a/2 15 സ്ക്വയർ. അതായത് 400 മൈനസ് 225 സമം 175. ഏത്? എച്ച് സ്ക്വയർ ആണ് 175. അതായത് എച്ച് സമം √175. ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതണം. എച്ച് സമം √175 മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത്? 7x25 എഴുതുക. 7x25 എന്താണ്? 175. എങ്കിൽ എച്ച് സമം 25ന്റെ റൂട്ട് ശ്രദ്ധിച്ചോ. 25ന്റെ റൂട്ട് എത്രയാണ്? 5.
പിന്നെ ബാക്കി എന്താണുള്ളത്? √7 ആണുള്ളത്. അപ്പൊ ഉയരം സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, h സമം നമുക്ക് എത്ര കിട്ടി? 5√7 കിട്ടി. എത്രയാ കിട്ടിയത്? 5√7. സെറ്റ് ആണല്ലോ മക്കളെ. അങ്ങനെയെങ്കിൽ ഇതാ വാട്ട് വുഡ് ബി ഇറ്റ്സ് വോളിയം. അടുത്ത ചോദ്യം വ്യാപ്തം കാണാനാണ്. അടുത്ത ചോദ്യം എന്ത് കാണാനാണ്? വ്യാപ്തം കാണാൻ. ഇതാ ഇത് ഇവിടെ കാണാണ്. വ്യാപ്തം നമ്മള് മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. വ്യാപ്തം നമ്മൾ ഇതാ ഇപ്പൊ ഈ നിമിഷം ഇവിടെ കണ്ടെത്താൻ പോവാ. വ്യാപ്തത്തിന്റെ മലയാളം എന്താ? സോറി, വ്യാപ്തത്തിന്റെ ഇംഗ്ലീഷ് എന്താ? വ്യാപ്തം v സമം വോളിയം v സമം എന്താ? 1/3a²h. അതായത് v സമം 1/3 ഇൻറ്റു a². a എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 30. അപ്പൊ a² 30 ഇൻറ്റു 30 ഇൻറ്റു ഉയരം h ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 5. h ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 5√7. സെറ്റ് ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 30ഉം 3ഉം ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും? 10 കിട്ടും. 10 ഇൻറ്റു 5 50. 5 ഇൻറ്റു 3 1500. 1500√7 സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. വോളിയം എത്ര കിട്ടും? 1500√7 സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പമാണ്. ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തത് ഒന്ന് പറഞ്ഞേ. 10 ഇൻറ്റു 5 50. 50 ഇൻറ്റു 30 1500. ബാക്കി ഇവിടെ എന്തുണ്ട്? √7 ഉണ്ട്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം, വെരി വെരി ഇമ്പോർട്ടന്റ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. A sector central angle 216 is cut out from a circle of radius 25 centimeters and rolled up into a cone. Okay, then what is the slant height? Find the base radius, find the volume. എന്തൊക്കെയാണ് സംഭവം? ആരം 25 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് 216 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണുള്ള ഒരു വൃത്താംശം മുറിച്ചെടുത്ത് അതിനെ വളച്ച് നമ്മൾ എന്തുണ്ടാക്കി? ഒരു കോൺ, ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കി. വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം സ്ലാന്റ് ഹൈറ്റ് എത്രയാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. സ്ലാന്റ് ഹൈറ്റ് എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. സ്തൂപികയുടെ പാദ ആരം എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് കാണണം, വ്യാപ്തം, വോളിയം കാണണം. അപ്പൊ ചിത്രം കാണാം. ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു വൃത്തമുണ്ട്. നല്ല വൃത്തിയിലുള്ള ഒരു വൃത്തം. റെഡി? ഇനി ഈ വൃത്തത്തിന് സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? ഒരു കേന്ദ്രം ഉണ്ടാകും. ഈ കേന്ദ്രത്തിൽ നിന്നും സെൻട്രൽ ആംഗിൾ 216 വരുന്ന രീതിയിൽ മുറിക്കണം. സെൻട്രൽ ആംഗിൾ 216 വരിക എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിക്കോ. വലുതായിരിക്കും. 216 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരണം. സെറ്റ് ആണല്ലോ. ഇനി ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നത് എക്സ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി. റെഡി? ഇനി ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ എന്നും തന്നു. ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ കാണുന്ന സാധനം ചുരുട്ടി നമുക്ക് എന്തുണ്ടാക്കണം? ഈ കാണുന്ന സാധനം റോളപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി എന്നാ പറഞ്ഞത്? ഈ കാണുന്ന സാധനം റോളപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഒരു കോൺ ഉണ്ടാക്കി. ഇതാണ് ആ കോണ് വളഞ്ഞിട്ടേ. റെഡി? ഈ കാണുന്ന സാധനം റോളപ്പ് ചെയ്തിട്ട് മക്കളെ നമ്മൾ എന്തുണ്ടാക്കി? കോൺ ഉണ്ടാക്കി. സെറ്റ് ആണല്ലോ. ഇനി ഈ കോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്നതിന് നമ്മൾ എന്താ പറയാ? ബേസ് റേഡിയസ് എന്നാണ് പറയാ. ഈ കാണുന്നതിന് നമ്മൾ എന്താ പറയാ? ഹൈറ്റ് എന്നാണ് പറയാ. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ എഴുതി കൊടുക്കാൻ പോവാണ്. ഇത് സ്മോൾ ലെറ്റർ ആർ ആണ്, ഇത് സ്ലാന്റ് ഹൈറ്റ് എൽ ആണ്, ഇതെന്താണ്? എച്ച് ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദി സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ? ചെരിവ് ഉയരം. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് എല്ലും ക്യാപിറ്റൽ ലെറ്റർ ആറും ഈക്വൽ ആണ്. അതായത് 25 സെന്റിമീറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ആറും എല്ലും എല്ലായ്പ്പോഴും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദി ആൻസർ ഈസ് 25 സെന്റിമീറ്റർ. കൃത്യമാണല്ലോ. അപ്പൊ ചോദ്യത്തിൽ നമുക്ക് ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്മോൾ ലെറ്റർ എൽ സ്ലാന്റ് ഹൈറ്റ് ചെരിവ് ഉയരവും എത്ര തന്നെയായിരിക്കും? 25. കാരണം എല്ലും ആറും എന്താണ്? ഈക്വൽ ആണ്. സെറ്റ് ആണല്ലോ. അപ്പൊ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. ആദ്യത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. എന്താ ബി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ബേസ് റേഡിയസ് ഓഫ് ദി കോൺ. ബേസ് റേഡിയസ് കാണണം. സ്മോൾ ലെറ്റർ ആർ കാണണം. അതിന് x/360 സമം
ആർ ബൈ ആർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ബൈ 360 സമം ആർ ബൈ ആർ. അതായത് എക്സ് 216 ബൈ 360 സമം ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ എത്രയാണ്? 25 ആണ്. ഇനി ഒന്ന് നോക്കിക്കേ, 216 ബൈ 360 അതിനൊന്ന് ചെറുതാക്കണം. ഞാൻ ഇവിടെ ചെറുതാക്കുന്നത് 216 ബൈ 360 ഒന്ന് ചെറുതാക്കണം. പകുതി എടുത്തു പോകാം. 216 പകുതി 108 ബൈ 180, 108ന്റെ പകുതി 54, 180ന്റെ പകുതി 90, 54ന്റെ പകുതി 27, 90ന്റെ പകുതി എത്രയാണ്? 45. ഇനി ഒന്ന് നോക്കിക്കേ, 27 45 കോമൺ ആയിട്ടുള്ള സംഖ്യ. 27 3 9 ആണുള്ളത്, 45 5 9 ആണുള്ളത്. അപ്പൊ 216 ബൈ 360 നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് 3/5 ആക്കി. അതാണ് ഇനി ഇവിടെ കൊടുക്കുന്നത്. 3/5 സമം ആർ ബൈ 25. സെറ്റ് ആണല്ലോ. 3/5 സമം എത്രയാണ്? ആർ ബൈ 25. ഇതിന്റെ ബാക്കി നമ്മൾ എഴുതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്താ? 5 ഇൻറ്റു ആർ അല്ലെ, ആർ ഇൻറ്റു 5. നന്നായിട്ട് ശ്രദ്ധിച്ചോ. 5r ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 ഇൻറ്റു 25. ആർ സമം 3 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 5. ആറ് സമം 25 എത്ര? 5 5, അതായത് 3 ഇൻറ്റു 5. ആറ് സമം 3 ഇൻറ്റു 5 എത്രയാണ്? 15 സെന്റിമീറ്റർ. മക്കളെ എന്ത് കിട്ടി? സ്മോൾ ലെറ്റർ ആർ ബേസ് റേഡിയസ് എത്ര കിട്ടി? 15 സെന്റിമീറ്റർ കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് നന്നായിട്ട് ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദി വോള്യം ആണ്. എന്താ കാണേണ്ടത്? വോള്യം. ശ്രദ്ധിച്ചേ. വോള്യം കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? വോള്യം കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? വി സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, വി സമം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് എന്ത് കാണാൻ? വോള്യം കാണാൻ. ഇതിൽ നോക്കിക്കേ, ഇതിൽ നമ്മുടെ കയ്യിൽ 1/3 ഉണ്ട്, പൈ ഉണ്ട്, അതൊക്കെ കോൺസ്റ്റന്റ് മാറ്റല്ല. ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? എച്ച് ഇല്ല. എച്ച് ഇല്ല. അത് ഇവിടുന്ന് കിട്ടണം. ഒന്ന് നോക്കിക്കേ, എച്ച് കാണണമെന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം ഇവിടെ എടുക്കണം. എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? എച്ച് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കാണുന്നത്? എച്ച് സ്ക്വയർ സമം എന്താ? എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. അതായത് എച്ച് സ്ക്വയർ സമം എൽ. എല്ലും ആറും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 25 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എത്രയാണ്? 15 സ്ക്വയർ. എച്ച് സ്ക്വയർ സമം 25ന്റെ സ്ക്വയർ 625 മൈനസ് 15ന്റെ സ്ക്വയർ 225 ആണ്. എച്ച് സ്ക്വയർ സമം 400 ആണ്. അതായത് എച്ച് സമം √400 ആണ്. എച്ച് സമം എത്രയാണ്? 20 ആണ്. എച്ച് സമം എത്രയാണ്? 20 ആണ്. എച്ച് കിട്ടി. എച്ച് സമം എത്രയാണ്? 20 ആണ്. എച്ച് കിട്ടി. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത് മായ്ക്കാണ്. ഇത് മായ്ച്ചിട്ട് ആദ്യത്തെ നമ്മൾ എന്ത് കാണാണ്? വോള്യം കാണാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. വോള്യം വ്യാപ്തം സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, വ്യാപ്തം അതായത് വോള്യം. വ്യാപ്തത്തിന് ഇംഗ്ലീഷ് എന്താണ്? വോള്യം. പറഞ്ഞേ. വി സമം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഒരു കോണിന്റെ, ഒരു വൃത്തസ്തൂപികയുടെ വോള്യം കാണാൻ ഇക്വേഷൻ എന്താ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അതായത് വി സമം 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. 15ന്റെ സ്ക്വയർ 15 ഇൻറ്റു 15 ഇൻറ്റു എച്ച് എത്രയാണ്? 20. 15 ഇൻറ്റു 15 ഇൻറ്റു എച്ച് എത്രയാണ്? 20. ഇനി വെട്ടിക്കോ, തലങ്ങും വലങ്ങും വെട്ടിക്കോ. എങ്ങനെ? 3നെ 15 കൊണ്ട് വെട്ടി. എത്രയാണ്? 5. ബാക്കി എത്രയാണ്? വി സമം പൈ ഇൻറ്റു 5 ഇൻറ്റു 15 ഇൻറ്റു 20. ഇനി നോക്കിക്കോ. വി സമം, നന്നായിട്ട് ശ്രദ്ധിച്ചോ, 5 ഇൻറ്റു 20. 5 ഇൻറ്റു 20 എത്രയാണ്? 100. 100 ഇൻറ്റു 15 ഇൻറ്റു ബാക്കി ഇവിടെ എന്താ ഉള്ളത്? പൈ ആണുള്ളത്. അതായത് വി സമം 100 ഇൻറ്റു 15 എത്രയാ? 1500. ബാക്കി ഇവിടെ എത്രയുണ്ട്? പൈ. 1500 പൈ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് വോള്യം കിട്ടി. വി സമം വോള്യം കിട്ടി. വി സമം എത്ര കിട്ടി? 1500 പൈ കിട്ടി. 1500 പൈ സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. സെറ്റ് ആണല്ലോ. അപ്പൊ മക്കളെ, നമ്മുടെ SSLC മാത്സ് ഈ ഫെബ്രുവരിയിൽ നടന്ന മോഡൽ എക്സാമിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്
എല്ലാം നമ്മൾ അതിന്റെ ഓർ ക്വസ്റ്റ്യനും ഓപ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ 5 പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം, മോഡൽ എക്സാം പാർട്ട് 1, മോഡൽ എക്സാം പാർട്ട് 2, മോഡൽ എക്സാം പാർട്ട് 3, മോഡൽ എക്സാം പാർട്ട് 4, മോഡൽ എക്സാം പാർട്ട് 5. സെറ്റ് ആണല്ലോ. 5 പാർട്ടിലായിട്ട് കംപ്ലീറ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ. അപ്പൊ നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മൾ ഇനി ഇതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ SSLCയുടെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാകും. നിങ്ങൾ ഒഴിവിനനുസരിച്ച് പരമാവധി കണ്ട് പഠിച്ച് സെറ്റായിട്ട് പോവുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ചാനലിൽ SSLC മാത്സ് കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഇപ്പൊ ഈ വർഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷമാണ് 8, 9 സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ. അതിന്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ മെസ്സേജ് അയക്കണം. നിങ്ങളല്ല, നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. റെഡി ആണല്ലോ മക്കളെ? ഞാൻ പറയുന്നത്, നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിലവിൽ ഒരു 50ന്റെയും 60ന്റെയും ഇടയിലുള്ള വീഡിയോസ് ഫുള്ള് SSLC മാത്രമായിട്ടാണുള്ളത്. അപ്പൊ ആ മാത്സിന്റെ മൊത്തം വീഡിയോസ് നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഇടാം. A+ എന്താണ്? ഗ്യാരണ്ടി ആണ്. A+ ഗ്യാരണ്ടി ആണ്. സെറ്റ് ആണല്ലോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരേക്കും ഗുഡ് ബൈ ഫ്രം ന്യൂമിക്സ് ലേണിംഗ്സ്.